ഹായ് ഓൾ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് പറയാൻ പോവുകയാണ്. അടുത്ത ടോപ്പിക്കാണ് ഫുഡ് ആൻഡ് എക്സസൈസ്. ഫുഡ് ആൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണവും അതുപോലെ തന്നെ വ്യായാമവും എന്നാണ് ഫുഡ് ആൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ എന്തും ഇമ്പോർട്ടൻ്റ് ആണ്, വ്യായാമവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റ് സമയത്ത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് ശരിയായ രീതിയിൽ വ്യായാമവും എക്സസൈസും ചെയ്യണം. എന്നാലേ നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഒരു ഡോക്ടറും അതുപോലെ തന്നെ അമ്മയും അവരുടെ മകളും കൂടിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം അമ്മ ഡോക്ടറോട് പറയാണ്, ഡോക്ടർ, മൈ എൽഡർ ഡോട്ടർ ഈസ് വെരി ലീൻ ആൻഡ് ഷീ ഹാസ് നോ അപ്പറ്റൈറ്റ് അറ്റ് ഓൾ. വാട്ട് ഷുഡ് ഐ ഡു? ഡോക്ടർ, എൻ്റെ വലിയ മകൾ തീരെ വിശപ്പില്ല. നോ അപ്പറ്റൈറ്റ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പില്ല. ആൻഡ് ഈസ് വെരി ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മെലിഞ്ഞിട്ടുമാണ്. അതുപോലെ തന്നെ വിശപ്പും ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. വാട്ട് ഷുഡ് ഐ ഡു? ഞാനിനി എന്താ ചെയ്യുക? അപ്പോൾ ഡോക്ടർ പറയാണ്, ലീൻ ബോഡി നീഡ് നോട്ട് ബി എ മാറ്റർ ഓഫ് കൺസേൺ. മെലിഞ്ഞിട്ടുള്ള ശരീരം എന്നുള്ളത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഷീ ഈസ് ഇൻ ഗ്രോയിങ് സ്റ്റേറ്റ്. അവൾ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ്. ഇറ്റ് വിൽ ബി ഫൈൻ ആഫ്റ്റർ സം ടൈം. അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും. മെലിഞ്ഞത് എന്നുള്ളത് പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് യു ഷുഡ് എൻഷ്യൂർ പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഡയറ്റ്. പക്ഷേ നിങ്ങൾ എന്ത് ഉറപ്പ് വരുത്തണം? അവൾക്ക് നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പക്ഷെ അവൾ മെലിഞ്ഞിട്ടാണ് എന്നുള്ളത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാവുന്നത്? മെലിഞ്ഞ് എന്നുള്ളത്, അതായത് തടി കുറവാണ് എന്നുള്ളത് അല്ലെങ്കിൽ ലീൻ ആണ് എന്നുള്ളത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല. നമുക്ക് ഹെൽത്തി ബോഡിയാണ് വേണ്ടത്. ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കും, ചില ആൾക്കാർ കഴിക്കാഞ്ഞിട്ട് വലിഞ്ഞിരിക്കും. അങ്ങനെ കഴിക്കാതെ നിൽക്കരുത്. ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇനി മെലിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ളത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണം എന്നേ ഉള്ളൂ. അത് മെലിഞ്ഞാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പം മെലിഞ്ഞ് എന്നുള്ളത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല. നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് ആ ഒരു മകൾ പറയാണ്, ഡോക്ടർ, മൈ എൽഡർ സിസ്റ്റർ ഈറ്റ് വെരി ലിറ്റിൽ ഫുഡ് ആസ് ഷീ തിങ്സ് ഷീ വിൽ പുട്ട് ഓൺ വെയ്റ്റ്. അപ്പം ആ മകൾ പറയാണ്, ഡോക്ടർ, എൻ്റെ മൂത്ത സഹോദരി കുറച്ചേ കഴിക്കുള്ളൂ. കാരണം എന്താണ്? അവൾ വിചാരിക്കുന്നത് എന്താണ്? കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും എന്നാണ് അവൾ വിചാരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? മൈ എൽഡർ ബ്രദർ ഈസ് ഒബീസ്. എൻ്റെ മൂത്ത സഹോദരൻ എന്താണ്? പൊണ്ണത്തടിയുള്ള ആളാണ്. ഹീ ലവ് ടു ഈറ്റ് ബർഗേഴ്സ് ആൻഡ് സാൻഡ്വിച്ചസ്. അവനെന്തിഷ്ടമാണ്? ഹീ ലവ്സ് ടു ഈറ്റ് ബർഗേഴ്സ് ആൻഡ് സാൻഡ്വിച്ചസ്. കുറേ ബർഗേഴ്സും സാൻഡ്വിച്ചസും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് ഹീ ഈറ്റ് ദം ഓഫൺ. അവനെന്ത് ചെയ്യും? അത് കുറേ കഴിക്കും. ഈസ് ദാറ്റ് എ പ്രോബ്ലം ഡോക്ടർ? അതൊരു പ്രോബ്ലം ആണോ ഡോക്ടറെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അവളുടെ സഹോദരി, അവളുടെ ഇത്ത അല്ലെങ്കിൽ ചേച്ചി തീരെ ഭക്ഷണം കഴിക്കൂല. കാരണം എന്താ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൂല. പക്ഷേ അവരുടെ ബ്രദറാണെങ്കിലോ കുറേ ഭക്ഷണം കഴിക്കും. കുറേ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബർഗർ, സാൻഡ്വിച്ച് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ ഡോക്ടർ പറയാണ്, യൂസ് ഓഫ് സച്ച് ഹൈ കലോറി ഫുഡ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഹീ ഷുഡ് പ്രാക്ടീസ് റെഗുലർ എക്സസൈസ് ടു. അപ്പോൾ യൂസ് ഓഫ് സച്ച് ഹൈ കലോറി ഫുഡ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഇപ്പോൾ ഡോക്ടർ പറയാണ്, അങ്ങനത്തെ ഹൈ കലോറി ഫുഡായിട്ടുള്ള സാൻഡ്വിച്ച്, ബർഗർ ഇങ്ങനത്തതൊക്കെ എന്ത് ചെയ്യണം? കുറക്കണം എന്നാണ് പറയുന്നത്. ഹി ഷുഡ് പ്രാക്ടീസ് റെഗുലർ എക്സസൈസ് ടു. അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സിസ്റ്റർ കാര്യം എന്താ ഡോക്ടർ പറയാ? സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെയിറ്റ് തടിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്. ഫുഡ് നമ്മളെപ്പോഴും ആവശ്യത്തിന് മാത്രം കഴിക്കണം. പക്ഷേ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. ഭക്ഷണം തീരെ കഴിക്കാതെ നിൽക്കുകയും ചെയ്യരുത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡോക്ടർ പറയാണ് ഇങ്ങനത്തെ ഹൈ കലോറി ഉള്ള ഫുഡ് ഒഴിവാക്കണം. അതുപോലെ തന്നെ റെഗുലറായിട്ട് എന്നും എക്സസൈസ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്.
ഡിഡ് യു നോട്ടീസ് ദി കോൺവെർസേഷൻ വിത്ത് ദി ഡോക്ടർ? അപ്പോൾ നിങ്ങൾ ഡോക്ടറുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം കേട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സസൈസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് ഡയറ്റ് ഫോർ പ്രോപ്പർ ഹെൽത്ത്? അപ്പം എക്സസൈസും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ എക്സസൈസും നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ അല്ലേ. മോസ്റ്റ് ഓഫ് ദി ഒക്യുപ്പേഷൻ ദാറ്റ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദി പാസ്റ്റ് റിക്വയർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ആളുകൾ ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ജോലികളായിരുന്നു. അതായത് അവരുടെ ശരീരം അനങ്ങുന്ന ജോലികളായിരുന്നു കൂടുതലായിട്ടും ചെയ്തിരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ പാടത്ത് പണിയെടുക്കും, അതുപോലെ തന്നെ മരം മുറിക്കും, പിന്നെ നെല്ല് കൊയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ അന്ന് ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള ജോലികളായിരുന്നു. സോ ദേ യൂസ് ടു ഗെറ്റ് ദി ബെനിഫിറ്റ് ഓഫ് എക്സസൈസ് വൈൽ വർക്കിംഗ്. അതുകൊണ്ട് തന്നെ അവർ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എക്സസൈസിൻ്റെ ആ ഒരു ഗുണം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. മോസ്റ്റ് ജോബ്സ് പീപ്പിൾ എൻഗേജ് ഇൻ നൗ എ ഡേയ്സ് ഡിമാൻഡ് ലെസ്സർ ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ ഒരു കാലത്ത് ആളുകൾ ചെയ്യുന്ന കൂടുതൽ ജോലികളും എങ്ങനെയാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IT ജോബാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അതുപോലെ തന്നെ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. പിന്നെ നമ്മൾ വേറെ എന്ത് ജോലി എടുക്കുക, കൂടുതൽ ഇപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എന്ത് കുറവാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കും എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. കാരണം എന്താ, നമ്മൾ കുറേ നേരം ഫോണിലും ലാപ്പിലും കമ്പ്യൂട്ടറിലും TV യിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അപ്പം അത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയം വെച്ചിട്ട് നമ്മൾ എന്നും എക്സസൈസ് ചെയ്യണം. എന്നാലേ നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡു എക്സസൈസ് പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. അത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അടുത്തത്, ഒബ്സർവ് ദി പിക്ചർ. വാട്ട് ഡു ദേ ഡു ഫോർ എക്സസൈസ്? അപ്പോൾ നിങ്ങളോട് പറയാണ്, ഈ ഒരു പിക്ചർ നോക്കുക, എന്നിട്ട് അവർ എക്സസൈസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവരെന്താ ചെയ്തത്? അവർ ജിമ്മിൽ പോയിട്ട് വെയിറ്റൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. വാട്ട് ഡു യു ഡു ഫോർ എക്സസൈസ്? നിങ്ങളെന്താണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറ് എന്നാണ് ചോദിക്കുന്നത്. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഇൻ ദി സ്കൂൾ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഉണ്ടാവില്ലേ, അതായത് PT പീരീഡൊക്കെ അല്ലേ, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ പീരീഡൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു പീരീഡിൻ്റെ സമയത്ത് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു സമയത്ത് എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. റണ്ണിങ് ആൻഡ് പ്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിക്കറ്റ് കളിക്കും, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കും. ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കണം. പിന്നെ ഏത് കളികളിൽ ഓടിയിട്ടുള്ള റിലേ കളിക്കാം, അതുപോലെ തന്നെ സാറ്റ് കളിക്കാം. ഈ കളികളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി അടങ്ങിയിട്ടുള്ള കളികളാണ്. പിന്നെ നിങ്ങളെന്ത് ചെയ്യണം? ഡാൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ബോഡി അനങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് നിത്യവും ചെയ്യണം. എന്നാലേ ഒരു നല്ല ഹെൽപ്ഫുൾ ബോഡി നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. അടുത്തത്, ദി വേൾഡ് ഓഫ് ഗെയിംസ്. ഒബ്സർവ് ദി പിക്ചർ. ഇൻ ബോത്ത് ദി ചിൽഡ്രൻ ആർ എൻഗേജ്ഡ് ഇൻ ഗെയിംസ്. അപ്പം നിങ്ങൾ ഈ 2 പിക്ചർ നോക്കുക. ഈ 2 പിക്ചറിലും കുട്ടികൾ ഗെയിമാണ് കളിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദം? എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? വാട്ട് ഗെയിം ഡു യു പ്ലേ ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കാറ്? ഇതിലേത് ഗെയിമാണ് നിങ്ങൾ കളിക്കാറ്? ഇവിടെ ഏതൊക്കെ കളിക്കുന്നത്? ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അല്ലേ, റേസിംഗ് ഗെയിം ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ കാർ ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ 2 ഗെയിം കളിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് ഫിഗറിലുള്ള ഫുട്ബോളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ട്. സെക്കൻഡിലുള്ള ഈ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൽ എന്ത് വരുന്നില്ല? ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഗെയിം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു എക്സസൈസായി നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ കലോറീസ് ബേൺ ചെയ്യും. അപ്പോൾ നമുക്കൊരു ഗുഡ് ഹെൽത്ത് ഉണ്ടാവും, നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയും. അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ ശരീരം അനങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ഡയബറ്റിസ്, അതുപോലെ തന്നെ പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്.
ഡു യു പ്രിഫർ പ്ലേയിങ് ഔട്ട്ഡോർസ് ഓർ ഇൻഡോർസ്? നിങ്ങൾ ഔട്ട്ഡോർ ഗെയിം കളിക്കാനാണോ, അതായത് പുറത്ത് പോയിട്ട് ഗെയിം കളിക്കാനാണോ, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഗെയിം കളിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. പേ അറ്റൻഷൻ ടു ദി ചിൽഡ്രൻസ് ഡയലോഗ്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ കുട്ടികൾ പറയുന്നതൊന്ന് കേട്ട് നോക്കാൻ. ഐ പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്. അപ്പോൾ ഫസ്റ്റ് കുട്ടി പറയാണ് ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന്. വെനെവർ ഐ ഗെറ്റ് ഫ്രീ ടൈം ഐ പ്ലേ വീഡിയോ ഗെയിം. അപ്പോൾ അടുത്ത മോൻ എന്താ പറയുന്നത്, എനിക്ക് ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഗെയിമേ കളിക്കുകയുള്ളൂ എന്ന്. അടുത്ത ആൾ പറയാണ് ഐ ലവ് പ്ലേയിങ് ചെസ്സ്. അടുത്ത ആൾ എന്താ പറഞ്ഞത്, ഞാൻ ചെസ്സ് കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്. അടുത്ത ആൾ എന്താ പറയുന്നത്, ഐ വാച്ച് ടി വി വെനെവർ ഐ ആം ഫ്രീ. അപ്പോൾ അടുത്ത ആൾ പറയാണ് ഞാൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ ഞാൻ ടി വി കാണുമെന്നാണ് പറയുന്നത്. ദർ ഈസ് എ സ്മോൾ പോണ്ട് നിയർ മൈ ഹൗസ് എവറി ഡേ ഐ സ്വിം ഫോർ ഹാഫ് ആൻ അവർ വിത്ത് മൈ ഫാദർ. അടുത്ത ആൾ പറയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ കുളമുണ്ട്, അപ്പോൾ എനിക്ക് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, അരമണിക്കൂർ അവിടെ പോയിട്ട് നീന്തും എന്നാണ് പറയുന്നത്. ഡു യു നോട്ടീസ് ദി വേർഡ്സ് ഓഫ് ദീസ് ചിൽഡ്രൻ ഔട്ട് ഓഫ് ദീസ് വിച്ച് ഗെയിം പ്രൊവൈഡ് എക്സസൈസ് ടു ദം റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾ ഈ കുട്ടികളെ കോൺവെർസേഷൻ കേട്ടു അല്ലേ, ഇതിൽ ഏത് ഗെയിമാണ് എക്സസൈസ് തരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ എഴുതാം ആക്ടിവിറ്റീസ് ഓർ ഗെയിം വിച്ച് പ്രൊവൈഡ് എക്സസൈസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം, ഫുട്ബോൾ എന്ത് തരുന്നുണ്ട്, എക്സസൈസ് തരുന്നുണ്ട് അല്ലേ, ഉണ്ട്. അടുത്തത് എന്താ, സ്വിമ്മിങ്ങും എന്ത് തരുന്നുണ്ട്, എക്സസൈസ് തരുന്നുണ്ട്. പക്ഷേ വീഡിയോ ഗെയിമും അതുപോലെ തന്നെ ചെസ്സും ടി വി വാച്ച് ചെയ്യുന്നതൊന്നും നമുക്ക് എന്ത് തരുന്നില്ല, എക്സസൈസ് തരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഒരു 60 മിനിറ്റ്സ് വെച്ചിട്ടെങ്കിലും എക്സസൈസ് ചെയ്യണം. അപ്പം ആക്ടിവിറ്റി ഗെയിം വിച്ച് പ്രൊവൈഡ് എക്സസൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്താം, ഫുട്ബോൾ എഴുതാം, ഡ്യൂറേഷൻ 6 മിനിറ്റ്സ് എഴുതാം. അടുത്തത് പിന്നെ 6 മിനിറ്റ്സ് എവറി ഡേ. അടുത്തതാണ് ഇത്, പിന്നെ സ്വിമ്മിങ് 6 മിനിറ്റ്സ് എവറി ഡേ. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് യു എൻഗേജ് ഡെയിലി ദാറ്റ് പ്രൊവൈഡ് യു എക്സസൈസ്. അപ്പം നിങ്ങൾ ഏത് ആക്ടിവിറ്റീസിലാണ് എല്ലാ ദിവസവും എൻഗേജ് ആവല് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവും, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ വെറുതെ ഓടി കളിക്കുന്നവരുണ്ടാവും, പിന്നെ നീന്താൻ പോകുന്നവരുണ്ടാവും, അങ്ങനെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നവരുണ്ടാവും അല്ലേ. ലിസ്റ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്, ഡു യു ഗെറ്റ് അഡിക്വേറ്റ് എക്സസൈസ്. നിങ്ങൾക്ക് പിന്നെ കറക്റ്റ് എക്സസൈസ് കിട്ടുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറെന്ന് നിങ്ങളെ സയൻസ് ഡയറിയിൽ എഴുതുക. സ്വിം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിം എന്ന് എഴുതുക, ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ പ്ലേയിങ് ഫുട്ബോൾ എന്ന് എഴുതുക, പ്ലേ ക്രിക്കറ്റ്, ഇതൊക്കെ എഴുതുക. എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക, നിങ്ങൾക്ക് കറക്റ്റ് എക്സസൈസ് കിട്ടുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഇനി നിങ്ങൾക്ക് കറക്റ്റ് എക്സസൈസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തണം. Did you understand that nutritious diet and proper exercise are important for good health? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ന്യൂട്രീഷ്യസ് ഡയറ്റും പ്രോപ്പർ എക്സസൈസും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻ്റ് ഓഫ് സ്ലീപ്പ്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. നമ്മളിപ്പോൾ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു, അതുപോലെ തന്നെ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. ഇനി നമുക്ക് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം എന്നാണ് പറയുന്നത്.